ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ബിഫോർ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം പോയി കാണണം. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതും. അപ്പോൾ അന്നന്ന് ചെയ്യാനുള്ള ടാസ്ക്സ് ഒക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട്. പിന്നെ ഇന്ന് ഞാൻ എഴുതിയേക്കുന്നത് ഓർഗനൈസ് റൂം, പിന്നെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെയാണ്. പിന്നെ ഡെയിലി ടാസ്ക്സും നിങ്ങൾക്ക് എഴുതി വെക്കാം, ലൈക്ക് ഡ്രിങ്ക് വാട്ടർ, പിന്നെ ഹെൽത്തി ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് തിന്നുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടു ഡു ലിസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്ക്സ് എല്ലാം എഴുതി വെക്കാം. ഞാൻ പണ്ട് ഈ ടു ഡു ലിസ്റ്റ് ഒന്നും എഴുതത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ടാസ്ക്സ് എല്ലാം ചെയ്യേണ്ടതും ചെയ്യാത്തതും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് എഴുതുമ്പോൾ നമ്മുടെ ലൈഫ് ഒന്ന് ഓർഗനൈസ് ആയ ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങളുടെ ഐഡിയാസ് ഒന്നും നിങ്ങൾ മറന്നു പോകത്തുമില്ല, എല്ലാ ടാസ്ക്സും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ല ഹാബിറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ടു ഡു ലിസ്റ്റ് ഒന്ന് എഴുതി വെക്കണേ. അപ്പോൾ ഞാൻ ആദ്യത്തെ ടാസ്കിലോട്ട് കടന്നു, ഓർഗനൈസ് മൈ റൂം. എൻ്റെ ടേബിളിൻ്റെ അറ്റത്ത് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അടുക്കി വെക്കാനായിരുന്നു എൻ്റെ ആദ്യത്തെ ടാസ്ക്. അപ്പം അത്രയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാം. യൂഷ്വലി എൻ്റെ ടേബിളാണ് ഏറ്റവും ലീസ്റ്റ് ഓർഗനൈസ്ഡ്, ബിക്കോസ് എപ്പോഴും ഞാൻ അതിലാണ്. ടേബിളിൽ ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ ലാപ്ടോപ്പിനകത്താണ് ഫുൾ ടൈം. പിന്നെ എൻ്റെ കുറച്ച് ഈ ഫ്ലവർ ഹെബിസ്കസ് ക്ലിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് എൻ്റെ ഒരു ഓർഗനൈസറിനകത്ത് വെച്ചു. അതായിരുന്നു ഇന്ന് ഓർഗനൈസ് ചെയ്യേണ്ടത്, ബിക്കോസ് എൻ്റെ കുറേ ഉണ്ട്. ഒരു കാലത്ത് ആ ട്രെൻഡ് വന്നപ്പോൾ എല്ലാം കൂടെ അങ്ങ് വാങ്ങിച്ചു. ഇപ്പോൾ കുറേ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതേപോലത്തെ ബോക്സിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ അതവിടെ ഇരിക്കും. പിന്നെ കുറച്ച് മാർക്കേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതേപോലത്തെ ഓർഗനൈസേഴ്സിലാണ് വെക്കുന്നത്. മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം, ഈ ഓർഗനൈസർ ഞാൻ ടെമ്മുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് സ്കെച്ച് പെൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ആൻഡ് ഇത് ഞാൻ കളർ ഓർഡറിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു രസമായിട്ട് തോന്നുന്നത്. ബിക്കോസ് യൂഷ്വലി എൻ്റെ സ്കെച്ച് പെൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അത് നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്ത് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് യൂസ് ചെയ്യാനും തോന്നും. പിന്നെ ഒരു സ്ഥലത്ത് എല്ലാം ഓർഗനൈസ് ആയി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെനിക്കൊരു ടെമ്മുവിൽ ഒരു വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് തോന്നി. പിന്നെ ജേർണലിങ്ങും സ്ക്രാപ്പ് ബുക്കിങ്ങും കളറിങ്ങും പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുന്ന് അടുത്താണ് ഞാൻ സ്കെച്ച് പെൻസ് ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സ്കെച്ച് പെൻസ് ഒക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ബിക്കോസ് എല്ലാം ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ആണ്. അപ്പോൾ എല്ലാ ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ ഓരോരോ കളേഴ്സ് കാണും. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യും. പിന്നെ ഇങ്ങനെ ഷൂട്ടിങ്ങും ഫിൽമിങ്ങും ഒക്കെ ഉള്ള ഐഡിയാസൊക്കെ എഴുതി വെക്കും. പിന്നെ അല്ലാതെ എൻ്റെ വ്ളോഗ്സൊക്കെ ഒന്ന് ഇരുന്ന് കാണും. ബിക്കോസ് എന്നെ തന്നെ കാണുന്നത് എനിക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നൗ ഇറ്റ്സ് സ്നാക്ക് ടൈം. അപ്പോൾ സ്നാക്കിന് വേണ്ടി ഞാൻ ഇന്ന് ഫ്രിഡ്ജിലോട്ടാണ് പോയത്. ഫ്രിഡ്ജിൽ എനിക്ക് ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് വാങ്ങിച്ചതാണ്, കുറച്ച് ദിവസമായി. അപ്പോൾ അത് പഴുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു സംശയം ഉള്ളതുകൊണ്ട് പിന്നെ അതങ്ങ് എടുത്തു. ഇത് പിന്നെ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടാണ്. ഒരു മാങ്ങ മതി, പിന്നെ അതും കൊണ്ടാണ് നമ്മുടെ പരിപാടി. ഇത് സ്നാക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും ഐ റിയലി എൻജോയ് ഈറ്റിംഗ് ദിസ്. പിന്നെ ഈ പാത്രത്തിനകത്തോട് ഞാൻ ഇട്ടു. ഇത് ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമൗണ്ട് എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ കുറച്ച് ചില്ലി പൗഡറും കുറച്ച് സോൾട്ടും ഇടുക. പിന്നെ കുറച്ച് വിനെഗറും, ഇച്ചിരി വിനെഗർ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിപ്പോവും. അപ്പോൾ ആ മിസ്റ്റേക്ക് ചെയ്യല്ലേ. അപ്പോൾ ഇച്ചിരി വിനെഗറും ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ഇടാം. പിന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. ഇതിപ്പോൾ നിങ്ങൾക്ക് സ്നാക്കായിട്ട് തോന്നിയില്ലെങ്കിലും ആസ് ഐ സെഡ് ഐ റിയലി എൻജോയ് ഈറ്റിംഗ് ദിസ്, ബിക്കോസ് ഒരു പുളി, ഒരു മധുരം, ഒരു സ്പൈസും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു സ്നാക്കായിട്ട് ഇന്ന് ഞാൻ എടുത്തത്. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി ആണ്, ബിക്കോസ് മാങ്ങയല്ലേ. അപ്പോൾ പിന്നെ ഹെൽത്തി ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ സ്നാക്ക് കഴിച്ചുകൊണ്ട് ഞാൻ ഇച്ചിരി നെറ്റ്ഫ്ലിക്സ് കാണാൻ ഓർത്തു. ഇന്ന് ഞാൻ കാണുന്നത് സ്ട്രേഞ്ചർ തിങ്സ് ആണ്. അത് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു അതങ്ങ് കണ്ടു തീർക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് സ്നാക്സും ഗ്രോസറീസും ഫ്രൂട്ട്സും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഓർത്തു ഇന്ന് ലുലുലോട്ട് പോകാം.
ലുലു പോകാൻ വേണ്ടി വന്നാണെങ്കിലും മിനീസോയിൽ കയറിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ പിന്നെ മിനീസോയിലോട്ട് കയറി. ഇവിടെ കാണാൻ തന്നെ എന്തൊരു ക്യൂട്ട് തിങ്സാണ്. നിങ്ങൾ ഇതിനകത്ത് കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വൺസ് അറ്റ്ലീസ്റ്റ് കയറണം. ഒന്നും വാങ്ങിക്കാനല്ലെങ്കിലും ഒന്ന് കയറുക. ഭയങ്കര ക്യൂട്ട് ആൻഡ് അഡോറബിൾ തിങ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ ബാഗ്സ് ആണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഒരു ഗിഫ്റ്റ് നോക്കാൻ വന്നതാണെങ്കിലും പിന്നെ ഞാനാണെങ്കിൽ ഈ ടംബ്ലേഴ്സും ഈ ബോട്ടിൽസിൻ്റെ ഒക്കെ സൈഡിലോട്ട് പോയി. എല്ലാം ഒരു പേസ്റ്റൽ ഒരു കളർ ഷെയ്ഡിലാണ് എല്ലാം വരുന്നത്. ബട്ട് ഐ ജസ്റ്റ് ലവ് സീയിങ് എവറിഥിങ്. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ, ദീസ് പ്ലഷീസ്. ദർ ആർ സോ ക്യൂട്ട്. പിന്നെ കുറേ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചൂസ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവാണ് എല്ലാ പ്രോഡക്ട്സും ഇവിടുത്തെ. പക്ഷേ എന്നാലും കാണാനൊരു രസം. അപ്പോൾ പിന്നെ ഞാൻ കയറി അതേപോലെ ഇറങ്ങി. പിന്നെ വന്ന കാര്യം ഞാൻ ലുലു പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ലുലുവിൽ ഞാനൊരു കാർട്ടൊക്കെ എന്തൊക്കെയോണ്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാൻ വന്നതാണെങ്കിലും ഞാൻ ഈ ഷാമ്പൂവിൻ്റെയൊക്കെ സെക്ഷനിലൊക്കെ ഒന്ന് പോയി വന്നതല്ലേ. അപ്പോൾ പിന്നെ എല്ലാം കണ്ടിട്ടങ്ങ് പോവാം. ഇതൊക്കെ കുറച്ച് ഓഫറിൻ്റെ സംഭവങ്ങളായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ലുലുവിൽ നിന്ന് തന്നെ ഒരു ബാഗ് എടുക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കി നോട്ടും കുറേ പെയിൻറ്റും ഒക്കെ എടുത്തു. പിന്നെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലോട്ടും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷനിലോട്ടും പോയി. പിന്നെ എനിക്ക് ഈ ചോക്ലേറ്റ് മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇത് പാക്ക് ഓഫ് 8ലാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതും ഞാൻ എടുത്തു. പിന്നെ സ്നാക്സ് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ബിസ്ക്കറ്റും പരിപാടികളൊക്കെ എടുത്തു. എൻ്റെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റും ചോക്ലേറ്റ് ഓറിയോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ചിപ്സിൻ്റെ സെക്ഷനിൽ പോയില്ലെങ്കിൽ പിന്നെന്താ. അപ്പോൾ ചിപ്സിൻ്റെ സെക്ഷനിലോട്ടും പോയി. ഇവിടെ കുറച്ച് പ്രിങ്കിൾസും ഹണ്ടേഴ്സിൻ്റെ ചിപ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡ് നടക്കുന്നുണ്ട്, ഈ ചോക്ലേറ്റ് പ്രിങ്കിൾസിനകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ട്രെൻഡിന് വേണ്ടിയുള്ള ചിപ്സും ഒക്കെ എടുക്കാൻ പോയി. പിന്നെ ഇതാണ് പെനെ പാസ്ത. ഈ പാസ്തയാണ് ഞാൻ യൂഷ്വലി ഉണ്ടാക്കാറുള്ളത്, വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ പിന്നെ അതുകൂടെ അങ്ങ് എടുത്തു. പിന്നെ നടന്ന് മടുത്തുകൊണ്ട് പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് പോയി. ഇതാണ് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. പിന്നെ ഞങ്ങളൊരു അമേരിക്കൻ ചോപ്സിയും കൂടെ ഓർഡർ ചെയ്ത്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ ഈ അമേരിക്കൻ ചോപ്സിയാണ് ഓർഡർ ചെയ്തത്. നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ മസ്റ്റ് ട്രൈ തിങ്സ് ബിക്കോസ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ബിക്കോസ് ഇതിനകത്ത് നൂഡിൽസ് ഉണ്ട്. അപ്പോൾ നൂഡിൽസ് അത് ഫ്രൈഡ് ആയിട്ടുള്ള നൂഡിൽസാണ് അവർ ഇട്ടിട്ട് കുറച്ച് സോസും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഇട്ടാണ് തരുന്നത്. പിന്നെ മേളിലൊരു എഗ് കൂടെ വെക്കും. ഇതേപോലാണ് ഇരിക്കുന്നത്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.